ഹിന്ദിക്കാരുടെ ബോംബ് റീമേക്ക് പരമ്പരകളിലേക്ക് നമ്മുടെ മലയാളത്തിൽ നിന്നും ഒരു സിനിമ കൂടെ ആഡ് ആവുകയാണ്. മറ്റൊന്നുമല്ല, ജിത്തു മാധവൻ എടുത്തു വെച്ചിട്ടുള്ള രോമാഞ്ചം എന്ന സിനിമയാണ്. ഈ സിനിമയ്ക്ക് ഹിന്ദിയിൽ റീമേക്ക് ചെയ്താൽ എങ്ങനെയാവും ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. എന്തായാലും ഇതിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്, നമുക്ക് അതൊന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെപ്പറ്റി കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുണ്ട് പറഞ്ഞുതരാം. Not just a game. अपनी दुनिया से काफी दूर एक उसी दुनिया से कांटेक्ट करेगा गेम है ये. പ്രേതം കടിക്കുന്ന പ്രേതം കടിക്കുന്ന എടാ, രോമാഞ്ചത്തിൽ ഇങ്ങനെയൊന്നും ഇല്ല. ഇത് പ്രേതം വരുമോ? അത് പല്ലിരിക്കണ നോക്ക്. ഇത് മറ്റേ ഉത്സവത്തിന് നമുക്ക് 20 രൂപയ്ക്ക് വാങ്ങിക്കാൻ കിട്ടൂലേ, മറ്റേ പ്ലാസ്റ്റിക് പല്ല്. അത് തന്നെ. പെണ്ണുങ്ങളാ? 1 2 3 ചിലപ്പോ 2 ആയിരിക്കും. എടാ, നമ്മുടെ രോമാഞ്ചത്തില് പെണ്ണുങ്ങളൊന്നും ഇല്ല. ഇതില് പെണ്ണുങ്ങളൊക്കെ ഉണ്ടാ കൂടെ. ഇവരുടെ ടീമായിട്ട് പെണ്ണുങ്ങളുണ്ട് കേട്ടോ. 3-4 ആണുങ്ങളും 2-3 പെണ്ണുങ്ങളുമാണ് ഉള്ളത് കേട്ടോ. ഇവര് ഇത് മസാല പടം ആക്കും. എടാ, ഇത് ഓം ശാന്തി ഓമില് ദ മോസ്റ്റ് ഹോണ്ടഡ് കോമഡി ഓഫ് ദ ഇയർ. വൈബൊക്കെ ശരി തന്നെ, പക്ഷെ അവന്മാരിത് മസാല പടം ആക്കും. ക്ലീശ ക്രിഞ്ച് സാധനം ആക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കോമഡിയാണ് ഉദ്ദേശിച്ചത്. അത് ആ സീന് അതൊരു രോമാഞ്ചത്തില് ബാക്കി എല്ലാരും കൂടെ വരുമ്പോഴേ, ബാക്കി എല്ലാരും മറ്റേ സ്പിരിറ്റിനെ കാണാൻ വേണ്ടി വരുമ്പോ ഉള്ള സീനല്ലേ ഇത്. കളവനൊക്കെ ഇവിടെ നിന്ന് അവര് ചെറുതായിട്ട് ഐറ്റം ഡാൻസാ. എടാ, രോമാഞ്ചിൽ അത് ആകപ്പാടെ ഒരു പാട്ടെന്തോ ഉള്ളൂ. എടാ, ഐറ്റം ഡാൻസ് ഒന്നും ഇല്ല അതില്. ഈ രോമാഞ്ചം എന്ന സിനിമ ഹിറ്റാവാനേ ഉള്ള കാര്യം പയ്യന്മാരുടെ വൈബും ആ ഒരു റിയലിസ്റ്റിക് വൈബും ഗ്രൗണ്ട് വെർത്ത് ആ ഒരു പയ്യന്മാരുടെ സ്ട്രഗിളും എല്ലാം ആ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്, ആ ഒരു കാസ്റ്റൊക്കെ പെർഫോമൻസ് ചെയ്തുകൊണ്ടാണ് രോമാഞ്ചം ഇത്ര ഹിറ്റായത് കേരളത്തില്. യവന്മാർക്ക് തലയ്ക്ക് മൂളയില്ലേ? കുറെ പെണ്ണുങ്ങളെ കുത്തിക്കറ്റി മസാല ബോംബ് പടമാക്കാൻ വേണ്ടി. ഇതെന്തോന്നത് ഇത്? പക്ഷെ ഇതുണ്ടെങ്കിലേ നോർത്ത് ഇന്ത്യയിൽ ഓടുള്ളൂ. ഇതവർക്ക് വേണം, ഇതവരുടെ ബേസിക് നീഡാണ്. കാപ് കപ്പി വിത്ത് ട്രിപ്പിൾ ഐ. അഭിനയം കണ്ട ഇതാണ് അഭിനയം. എന്തോന്നത്? എടി, ഇതിനൊക്കെ മറ്റേ സൗബിനും മറ്റെല്ലാവരും കൂടെ അഭിനയിച്ച് വെച്ചേക്കണോണം കാണാൻ. ഇടി, ഇങ്ങനെ അല്ലടാ സിനിമ. എന്തോ ഇത് എക്സ്പ്രഷൻ. ഡയറക്ടർ പേര് സംഗീത് ശിവൻ. ഈ മാസം 23-ാം തീയതിയാണ് ഇറങ്ങണം കേട്ടാ കാപ് കപ്പി. എടി, എന്തോന്നേ ഇത് ഇറങ്ങണ അന്ന് പൊട്ടിത്തെറിക്കും എന്നാണ് തോന്നുന്നത്. ഇത് ബോംബല്ല, ആറ്റം ബോംബ്. എനിക്കിത് കാണാൻ വയ്യേ. മലയാളികൾ പോയിട്ടേ ട്രെയിലറിന്റെ താഴെ കുറെ കമന്റ് ഇട്ടു, ഡിലീറ്റ് ചെയ്തോളാ. രോമാഞ്ചത്തിനെ പറ്റി ഒന്നും മിണ്ടണ്ട, അവന്മാരെടുത്തോട്ടെ എല്ലാ ക്രെഡിറ്റും. രോമാഞ്ചമായിട്ട് യാതൊരു ബന്ധവും വയ്ക്കേണ്ട, അതാണ് നമുക്ക് നല്ലത്. പിന്നെ ഇതിലൊരു സംഭവം എന്ന് വെച്ചാൽ സംഗീത് ശിവൻ ആരാന്ന് നിങ്ങൾക്ക് അറിയാമോ? സംഗീത് ശിവൻ നമ്മുടെ മോഹൻലാലിന്റെ പണ്ട സിനിമയില്ലേ 1998 യോധയുടെ ഡയറക്ടറാണ് സംഗീത് ശിവൻ. തിരുവനന്തപുരത്ത് ജനിച്ച ഒരാളാണ് പുള്ളിക്കാരൻ 2024 പോയതാണ്. ഓക്കെ, പുള്ളിയുടെ ലാസ്റ്റ് ഫിലിമാണ്. സിനിമയിലെ മറ്റ് കാസ്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ടെക്നിക്കൽ ടീമോ ഒന്നും വലുതായിട്ട് അങ്ങ് അത്ര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല. എന്തായാലും ഒട്ടും തന്നെ പ്രതീക്ഷയില്ലാത്തൊരു സിനിമയാണ്. എന്നെ പോലെ നിങ്ങൾക്കും ഈ ട്രെയിലർ കാണേണ്ട ഗതികേട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. ഈ സിനിമ കാണാൻ ശ്രമിച്ചിട്ട് ഞാൻ റിവ്യൂ പറയുന്നതായിരിക്കും. പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. താങ്ക് യു.